ഹായ്, എല്ലാവർക്കും ബൾഗേറിയൻ മല്ലുവിലേക്ക് സ്വാഗതം. സോ ഞാനിവിടെ കുളിനറി ആർട്സ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സ്റ്റുഡൻ്റായിട്ടാണ്. എനിക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 weeks ആയതേ ഉള്ളൂ. ഞാൻ മാർച്ച് ഒരു 7-ാം തീയതിയാണ് ഇവിടെ റീച്ച് ചെയ്തത്. എനിക്ക് 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. സോ അന്നോട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട് വിട്ട് ഇത്ര ദൂരം ആദ്യമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അറിയാമല്ലോ, നമ്മൾ വീട് വിട്ട് നിൽക്കുമ്പോൾ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് അഡാപ്റ്റബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. സോ നമ്മളെ കോളേജും സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളും കാര്യങ്ങളെ കുറിച്ചെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാം. രാവിലെ തന്നെ ഒരു കാപ്പി ഇടാനുള്ള ഉദ്ദേശത്തിലാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പിപ്പൊടിയുണ്ട്, പിന്നെ അതേ പഞ്ചസാര. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. കോമൺ കിച്ചണാണ്, എല്ലാവർക്കും വന്ന് ഇവിടെ കുക്ക് ചെയ്യാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കാപ്പിപ്പൊടി പഞ്ചസാര ഗ്ലാസ്സിലെടുത്തിട്ട് കെറ്റിലിൽ വെള്ളം നിറയ്ക്കുകയാണ്. ചൂടായി വന്നു കഴിഞ്ഞാൽ തന്നെ അതങ്ങോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ല ഒന്നാം തരം കട്ടൻ കാപ്പി റെഡിയാവും. ഇപ്പോൾ തന്നെ റെഡിയായി. പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രെഡും ജാമുമാണ്. അപ്പോൾ ബ്രെഡ് മേടിച്ചതിരിപ്പുണ്ട്, ജാമും ഓൾറെഡി ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ഇത് രണ്ടും കൂടാണ് ഞാൻ ഇന്ന് രാവിലെ കഴിക്കുന്നത്. അപ്പോൾ ഗൈസ്, രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇത് കണ്ടല്ലോ, ബ്രെഡും ജാമുമാണ്. അപ്പം ഞാൻ തലേദിവസം എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുമ്പോൾ എങ്കിലും രാവിലെ എന്തെങ്കിലും നല്ല രീതിയിൽ കഴിക്കാറുള്ളൂ. അങ്ങനെ വേറൊന്നും ഉണ്ടാക്കാറില്ല രാവിലത്തേക്ക്. ചിലപ്പോൾ റവ മേടിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ക്ലാസ്സിന് പോവാണ്. ഞാൻ യൂണിഫോം ഇടുകയാണ്. സോ ഇതാണ് എൻ്റെ യൂണിഫോം. ഇതും ബ്ലാക്ക് പാൻറ്റുമാണ് എൻ്റെ യൂണിഫോം. സോ ഫസ്റ്റ് ഡേ നമുക്ക് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഞങ്ങളുടെ ബാച്ചിൽ മൊത്തം ഒരു 16-17 സ്റ്റുഡൻസ് ആണുള്ളത്. പിന്നെ അതുപോലെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഡേ. നമുക്ക് ക്ലാസ് ആയിട്ടില്ലായിരുന്നു. ഇത് മൊത്തം അവരുടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മൊത്തം പറഞ്ഞു തരുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വന്നപ്പോൾ താടി മീശയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പഠിച്ചു. അപ്പോൾ നമുക്കിവിടെ കമ്പൽസറി ആണ്. അവർ പറയുന്ന ഫസ്റ്റ് സെമസ്റ്റർ ഫുള്ള് പഠിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞുള്ള സെക്കൻഡ് സെമസ്റ്റർ വരുന്ന സീനിയേഴ്സ് ഇവിടെ ഉള്ളവരൊക്കെ താടി മീശയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്നാന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ഇവർ പറയുന്നത് നമ്മൾ കിച്ചണിൽ കയറുമ്പോഴത്തേക്ക് ഫുൾ ഹൈജീൻ ആയിരിക്കണം, താടി മീശ പഠിക്കണം, ജുവൽസ് ഊരണം. ഫോർ എവരി കിച്ചൻ്റെ നമ്മൾക്ക് ജസ്റ്റ് ഒരു തരി, ചെറിയൊരു തരി പോലും താടിയോ മീശ കാണില്ല. അത്രയും ക്ലീൻ ഷേവ് ആയിരിക്കണം, ലൈക്ക് എ ബേബി ഫേസ് എന്ന് പറയുന്നത്. സോ റെഡി ആകുന്നു പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ. അപ്പോൾ ഞാൻ താമസിക്കുന്നത് ഈ അക്കാദമിയോട് ചേർന്ന് തന്നെയുള്ള ഒരു ചെറിയൊരു അക്കോമഡേഷൻ സെറ്റ് ചെയ്ത ചെറിയൊരു ഹോട്ടലാണ്. കൂടുതലും ഇവിടെ സ്റ്റുഡൻസ് ആണ്, മലയാളീസ് ഉണ്ട്, 2-3 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൂടുതലും മെഡിസിൻ സ്റ്റുഡൻസ് ആണ് ഇവിടെ വരുന്നത് പഠിക്കാൻ വേണ്ടി. അപ്പം ഇതിൻ്റെ നേരെ പുറകിൽ തന്നെയാണ് നമ്മുടെ അക്കാദമി. വലിയ ദൂരം ഞാൻ ട്രാവൽ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് ബാഗും കാര്യങ്ങളും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം അണ്ടർഗ്രൗണ്ടിൽ അക്കാദമി റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് പേഴ്സണലായിട്ട് ഓരോ ക്യാബിനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കൊണ്ടുപോകാറില്ല, എൻ്റെ ബാഗൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് അങ്ങോട്ട് നടന്നിറങ്ങിയാൽ മതി. ഞാൻ ടെക്സ്റ്റ് ബുക്കും പിന്നെ ബുക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. സോ പോകുന്ന വഴിയെല്ലാം കാണിച്ചു തരാം, അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയെല്ലാം കാണിച്ചു തരാം. വലിയ ദൂരമൊന്നുമില്ല, കാണിച്ചു തരാമല്ലോ. അപ്പോൾ അങ്ങനെ നോട്ട്ബുക്ക് എടുത്ത് നമ്മുടെ ഏറ്റുമാനൂരപ്പനെ ഒന്ന് തൊഴുത് നേരെ ക്ലാസ്സിന് പോകാൻ വേണ്ടി റൂമിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം, 101 ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എലിവേറ്റർ ഉണ്ട്, അതുപോലെ സ്റ്റേഴ്സും ഉണ്ട്. നേരെ താഴോട്ട് ഇറങ്ങിയാൽ മതി എനിക്ക്. അതുകൊണ്ട് ഞാൻ സാധാരണ സ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഹോട്ടലിൻ്റെ. കിച്ചൺ 59 എന്നാണ് ഈ ഹോട്ടലിൻ്റെ നെയിം. സോ ഈ കാണുന്നതാണ് നമ്മുടെ അക്കാദമി, നേരെ ഹോട്ടലിൻ്റെ തൊട്ടുപുറകിൽ HRC കുളിനറി അക്കാദമി. സോ അക്കാദമിയിലകത്തോട്ട് കയറാം. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ കിച്ചൺ. അപ്പോൾ ഇത് പല കിച്ചൺസ് ഉണ്ട്, പാസ്റ്ററി കിച്ചൺ ഉണ്ട്, അങ്ങനെ കുറേ കിച്ചൺസ് ഉണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങളുടെ മെയിൻ ഷെഫ് വിക്ടർ ഞങ്ങളുടെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ കാണിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ ഡെമോ റൂം. അപ്പം കട്ടിങ് ആണ് ഇന്ന് അവർ കാണിച്ചു തരുന്നത്. 2 ഷെഫും കൂടെ നിന്നെല്ലാം ചെയ്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മളിത് നോട്ട് ചെയ്യണം. പ്രിസിഷൻ കട്ടിങ് ആണ് മെയിൻ. അപ്പം വന്നിട്ട് പലതരത്തിൽ ചോപ്പിങ്, സ്ലൈസിങ് എല്ലാം തന്നെ അവർ കാണിച്ചു തരാണ്. അപ്പം നമ്മൾ നാളെ വരുമ്പോൾ ഇത് ചെയ്ത് കാണിക്കണം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, റൂമിൽ വന്നു.
സാധാരണ 3 മണി 3:30 വരെ ഉള്ളതാണ്. ഇന്നിപ്പോൾ പൊസിഷൻ കട്ടിങ് ആയതുകൊണ്ട് നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ കഴിക്കാൻ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചോറുണ്ടായിരുന്നു, പിന്നെ തക്കാളിച്ചാറ് വെച്ചായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാലിൽ പൗഡർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കോക്കനട്ട് പൗഡർ, അതുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ നൈസായിട്ടൊന്ന് വറുത്തെടുത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അത് കഴിക്കാം. സമയമായില്ല, ഇവിടെ 12 കാലമായിട്ടുള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് അത് വരാം. അപ്പോൾ കുറേ ലെങ്തി വരുന്നുണ്ട്. അപ്പം കീപ് വാച്ചിങ് മൈ വീഡിയോസ്. എന്നിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. നമുക്കെല്ലാം തന്നെ മുന്നോട്ട് ഒരുമിച്ച് പോകാം. സോ അടുത്ത വീഡിയോ വരുന്ന വരെ ഗുഡ് ബൈ.